PM ശ്രീ നടക്കുന്നത് CPM CPI നാടകം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി PM ശ്രീ വിവാദത്തിൽ CPM CPI പോര് മുറുകി അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുകയാണ്. LDF-ലെ മുഖ്യകക്ഷിയായ CPI ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാടിൽ ഉറച്ച് ഉള്ള 4 മന്ത്രിമാരെ പിൻവലിക്കും, LDF ഇടും എന്നൊക്കെ തരത്തിലുള്ള ബിൽഡപ്പുകളാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF BJP നേതാക്കന്മാർ പോലും ഇതെന്നാ കൂത്താണ് LDF-ൽ നടക്കുന്നതെന്ന ഭാവത്തിൽ ആകെ സ്റ്റണ്ടായി നിൽക്കുകയാണ്. സകല മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും ഈ വിഷയത്തിൽ CPI ഇനി എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നതിലാണ്. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നാറി നിൽക്കുന്ന പിണറായി വിജയനും ബിനോയ് വിശ്വവും ചേർന്ന് കളിക്കുന്ന ഒരു നാടകമാണ് എന്ന് മനസ്സിലാക്കുക. ഇവരുടെ മുഖ്യ ലക്ഷ്യം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നിന്നും ജനങ്ങളുടെയും മാധ്യമ ശ്രദ്ധയും തിരിക്കുക എന്നത് മാത്രമാണ്. അന്വേഷണ സംഘത്തിന് നൽകിയ ആ തിരക്കഥയനുസരിച്ച് വളരെ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച് സർക്കാരിൻ്റെ മുഖം രക്ഷിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഇതിനിടയ്ക്ക് മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കി അന്വേഷണ നാടകത്തിന് തടസ്സം നേരിട്ടാൽ അത് ബുദ്ധിമുട്ടാകും. ഒന്നല്ല 2 തിരഞ്ഞെടുപ്പുകളാണ് പടിവാതുക്കൽ എത്തി നിൽക്കുന്നത്. വിശ്വാസത്തിൽ പൊള്ളിയാൽ എല്ലാം പാളും എന്ന് ചുരുക്കം. ഇത്രയും വിവാദമുണ്ടായി, കോടതി ഇടപെടലുണ്ടായി, സ്പെഷ്യൽ അന്വേഷണ സംഘമുണ്ടായി, മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോഴും പോലീസ് ഏത് സമയവും തങ്ങളുടെ താവളത്തിലെത്തും എന്ന് അറിഞ്ഞിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ വീടുകളിലും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ചെല്ലുമ്പോഴും ഒരു നിശ്ചിത ഗ്രാം സ്വർണം തൊണ്ടി മുതലായി എടുത്തു വച്ചിരിക്കുകയാണ്. എന്തിന്? തൊണ്ടി മുതൽ കൃത്യമായി പൊക്കി കൊണ്ടുപോകുവാൻ. പോലീസ് അത് ബന്ദോബസ്തിലെടുക്കുന്നു, അത് ചൂടൻ വാർത്തയാകുന്നു. ആർക്കും ഒരു സംശയവും തോന്നുന്നില്ല. അന്വേഷണം പോറ്റയിലും മൂരാരിബാവിലും മാത്രം ഒതുക്കുവാനുള്ള ശ്രമമാണ് എന്ന് ആർക്കും മനസ്സിലാകുന്നുമില്ല. ഇവർ പിടിച്ചെടുത്ത ഉരുക്കിയ സ്വർണം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണപ്പാളിയിൽ നിന്ന് തന്നെ ഉരുക്കിയതാണെന്ന് ആ ട്രയൽ സമയത്ത് തെളിയിക്കുവാൻ സാധിക്കില്ല. കാരണം ഈ സ്വർണം പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് ഇവർ ഹാജരാക്കിയാൽ ആ കേസ് അവിടെ പൊളിയും, പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോഴേക്കും തിരഞ്ഞെടുപ്പും കഴിഞ്ഞിരിക്കും. ഒരു വശത്ത് ഈ കളികൾ മനോഹരമായി സമയബന്ധിതമായി തീർത്തുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങൾ അനാവശ്യ കുത്തിത്തിരിപ്പുണ്ടാക്കി കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കുവാനുള്ള ഒരു എക്സ്ട്രാ കെയറാണ്, ഒരു നാടകമാണ് CPM-ഉം CPI-യും PM ശ്രീ വിഷയത്തിൽ ഇപ്പോൾ നടത്തുന്നത്. കിട്ടുന്ന കമ്മീഷനും കള്ളക്കമ്മട്ടവും കളഞ്ഞ് CPI അണ്ണന്മാർ ഉള്ള 4 മന്ത്രിമാരെയും പിൻവലിച്ച് കൂടും കുടുക്കയുമായി ഇടിനാശവും വെള്ളപ്പൊക്കവുമായി കിടക്കുന്ന UDF-ൽ ചെല്ലുമെന്ന് കരുതി ലവന്മാർ വെള്ളമുറി വന്നാൽ ഞങ്ങൾ പിടിച്ചോളാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇവന്മാരുടെ തമ്മിലടി സഹിക്കവയ്യാഞ്ഞ് മുസ്ലിം ലീഗ് അടക്കം LDF-മായി ചർച്ചകൾ നടക്കുകയാണെന്ന് നിങ്ങൾ ഓർക്കണം. അങ്ങനെ PM ശ്രീ വിഷയത്തെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളെ വെച്ച് അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വിവാദമാക്കി കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ശബരിമല അന്വേഷണം തീർത്ത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ പരമാവധി ഒരു 2 ആഴ്ച കൂടി ഇവർ ഈ വിവാദം ആളിക്കത്തിച്ച് നിർത്തുവാൻ ശ്രമിക്കും. ഇന്ന് നോക്കുക, മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും അനുനയമില്ല പോലും. CPI മന്ത്രിമാർ മറ്റന്നാൾ നടക്കുന്ന നിയമസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും പോലും. നവംബർ 4-ന് ചേരുന്ന CPI യോഗത്തിൽ തുടർ നടപടി ചർച്ച ചെയ്യും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേരള സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. ഇതുമൂലം പിണറായി വിജയന് ഉണ്ടായ നേട്ടങ്ങൾ പലതാണ്. ഉടനെയൊന്നും മകനെയും മകളെയും ED പൂട്ടില്ല. CJP സഖ്യം വളരെ സ്ട്രോങ് ആയി അടുത്ത ഒരു തവണ കൂടി കേരളം ഭരിക്കുവാനുള്ള അവസരം BJP CPM-ന് ഒരുക്കി കൊടുക്കും. അങ്ങനെ കോൺഗ്രസ് മുക്ത കേരളം യാഥാർത്ഥ്യമായി അടുത്ത തവണ BJP-ക്ക് സംസ്ഥാനം ഭരിക്കുവാനുള്ള അവസരം ഇവർ തന്നെ ഉണ്ടാക്കി കൊടുക്കും. ഇടതുപക്ഷം പ്രതിപക്ഷമായിരിക്കും. പെട്ടെന്നുള്ള പ്രയോജനം ഈ പദ്ധതി പ്രകാരമുള്ള ഒരു 1500 കോടി രൂപ ഉടൻ കേന്ദ്രത്തിൽ നിന്ന് കിട്ടും. അതിൽ ഒരു പങ്ക് വെട്ടുകയും ചെയ്യാം. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് UDF 2 തട്ടിലാണ്. പിണറായിയുടെ അടിമ കേക്കച്ചൻ പറയുന്നത് പാഠ്യപദ്ധതി കാവ്യവൽക്കരിച്ചാലും കുഴപ്പമില്ല, പണം മേടിക്കാം, അത് നികുതി പണമാണ്, അത് മോദിയുടെ കുടുംബസ്വത്തല്ല എന്നാണ്. എന്നാൽ KC വേണുഗോപാൽ നേരെ വിപരീതമാണ് പറയുന്നത്. സമരം ചെയ്യുവാൻ കോൺഗ്രസിൽ രാഹുലിനെ പോലെയുള്ള ഉശിരുള്ള ആണുങ്ങൾ ഇപ്പോൾ പാർട്ടിയിലില്ല. PM ശ്രീ പദ്ധതിക്കെതിരെ ബഹളം ഉണ്ടാക്കുന്നതല്ലാതെ ഇത് എന്താണ്, ഇതിൽ ഒപ്പിട്ടാൽ സംസ്ഥാനത്തിന് എന്താണ് നേട്ടം കോട്ടമെന്ന് ആരും പറയുന്നില്ല. വെറുതെ ആ വിവാദം ആളിക്കത്തിക്കുകയാണ്. PM ശ്രീ പദ്ധതി എന്താണെന്ന് നമുക്ക് ചുരുക്കത്തിലൊന്ന് നോക്കാം.
2020 നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 2022 സെപ്റ്റംബർ 7 അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ PM ശ്രീ. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രധാനമായും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. രാജ്യത്തെ 14,500 സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളായി ഉയർത്തുമെന്നാണ് പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. 27,000 കോടി രൂപയാണ് പദ്ധതിക്കായി സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. ഈ പദ്ധതിയിൽ പ്രവേശിക്കുന്നതിനായി സ്കൂളുകൾക്ക് ചില മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകളാണ് തിരഞ്ഞെടുക്കുന്നത്. സ്കൂൾ കെട്ടിടത്തിൻ്റെ ആരോഗ്യം, ടോയ്ലറ്റ് സൗകര്യം തുടങ്ങിയ വിവിധ മാനദണ്ഡങ്ങളായിരുന്നു ഇതിനായി നിർദ്ദേശിച്ചിരുന്നത്. സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, കുട്ടികളുടെ പഠന നിലവാരം, അധ്യാപകർ തുടങ്ങിയ അടക്കമുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് സ്കോറുകൾ ഏർപ്പെടുത്തി. നഗരപ്രദേശങ്ങളിൽ 70%, ഗ്രാമപ്രദേശങ്ങളിൽ 60% സ്കോർ ലഭിച്ചാൽ മാത്രം പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനാകും. പദ്ധതിയിൽ ചേരണമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കേണ്ടതായുണ്ട്. സംസ്ഥാനം, കേന്ദ്രഭരണ പ്രദേശം, കേന്ദ്രീയ വിദ്യാലയ സംഘടന, നവോദയ വിദ്യാലയ സമിതി എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെക്കേണ്ടുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ പേരിന് മുൻപായി PM ശ്രീ എന്ന് ചേർക്കണം എന്ന നിബന്ധന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മുന്നോട്ട് വെച്ചിരുന്നു. പദ്ധതി അവതരിപ്പിച്ചപ്പോൾ തന്നെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ആ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഡൽഹി, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ സമാനമായ പദ്ധതികൾ അന്നത്തെ ആം ആദ്മി പാർട്ടി സർക്കാരുകൾ നടപ്പിലാക്കിയിരുന്നതിനാൽ അവർ പദ്ധതിയിൽ ചേരാനില്ലെന്ന് അറിയിച്ചു. PM ശ്രീ എന്ന് ചേർക്കുവാൻ കഴിയില്ലെന്ന് പശ്ചിമ ബംഗാൾ സർക്കാരും അറിയിച്ചിരുന്നു. പിന്നീട് പഞ്ചാബ് പദ്ധതിയിൽ ചേർന്നു. പശ്ചിമ ബംഗാളും തമിഴ്നാടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം RSS അജണ്ടയാണെന്നാണ് മുമ്പ് CPM-ഉം CPI-യും ഒക്കെ നിലപാടെടുത്തിയിരുന്നത്. ആ നിലപാടിൽ നിന്നാണ് ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുന്നത്. ഈ സ്കൂളുകളിൽ സംസ്ഥാന സിലബസിന് പകരം NCERT-യുടെ സിലബസ് അനുസരിച്ചാവും പഠനം നടത്തേണ്ടുന്നത്. കാവ്യവൽക്കരണ നയങ്ങളാണ് NEP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ നയത്തിൻ്റെ ഉള്ളടക്കമെന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നയം ഏറെക്കുറെ അവർ നടപ്പാക്കിയിരുന്നു. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മേഖലയെ ഹിന്ദുത്വവൽക്കരിക്കുകയാണ് നയത്തിൻ്റെ ലക്ഷ്യമെന്ന വിമർശനം ഇടതു പാർട്ടികളാണ് പ്രധാനമായും ഉയർത്തിയത്. വിദ്യാഭ്യാസത്തിൽ സ്വകാര്യവൽക്കരണവും വർഗീയവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്നും ഇടതുപക്ഷം അന്ന് നിലപാടെടുത്തിരുന്നു. കേരളത്തിൽ PM ശ്രീ പദ്ധതിക്കെതിരെ ശക്തമായ നിലപാടെടുത്തത് CPI ആയിരുന്നു. 1986 വിദ്യാഭ്യാസ നയം പൊളിച്ചടുക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ 2020 NEP അവതരിപ്പിച്ചത്. പുതിയ നയത്തിലെ ഹിന്ദിക്കും സംസ്കൃതത്തിനും പ്രാധാന്യം നൽകുന്ന ത്രിഭാഷാ നയത്തിനെതിരെയാണ് തമിഴ്നാട് രംഗത്തെത്തിയത്. കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ ഹിന്ദുത്വ നയമാണ് ഇതിലൂടെ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നതെന്ന് തമിഴ്നാട് ആരോപിച്ചു. ഈ പദ്ധതിക്കെതിരെ അവർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. RSS സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കുക, ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുക, സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിനുള്ള പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പോകും തുടങ്ങിയവയാണ് ഇതിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. ഇതിനു പുറമെ സ്കൂളിൻ്റെ ഘടനയിലും മാറ്റമുണ്ടാകും. കേന്ദ്ര നയമനുസരിച്ച് പ്രീ സ്കൂൾ മുതൽ 2ാം ക്ലാസ് വരെയാണ് ആദ്യഘട്ടം, 3 മുതൽ 5ാം ക്ലാസ് വരെ 2ാം ഘട്ടം, 6 മുതൽ 8 വരെ 3ാം ഘട്ടം, 9 മുതൽ 12ാം ക്ലാസ് വരെ 4ാം ഘട്ടം, 5+3+3+4 എന്ന രീതിയിലാണ് കേന്ദ്ര നയത്തിൽ പറയുന്നത്. ഇത് കേരളം അംഗീകരിച്ച വിദ്യാഭ്യാസ നയവുമായി ചേർന്ന് പോകുന്നതല്ല. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ 3 സംസ്ഥാനങ്ങളാണ് PM ശ്രീ പദ്ധതി ഇതുവരെ നടപ്പാക്കാതിരിക്കുന്നത്. മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പ് കാരണമാണ് ഈ 3 സംസ്ഥാനങ്ങളും പദ്ധതി നടപ്പിലാക്കാത്തത്. ഇതേ തുടർന്ന് സമഗ്ര ശിക്ഷാ പദ്ധതി പ്രകാരം ഈ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട പണം കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. PM ശ്രീയിൽ കേരളത്തിൻ്റെ മനം മാറിയെങ്കിലും തമിഴ്നാട് ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ്. സമഗ്ര ശിക്ഷയ്ക്കുള്ള വിഹിതം കേന്ദ്രം തടഞ്ഞപ്പോൾ കോടതിയെ സമീപിച്ച് തമിഴ്നാട് ആ ഫണ്ട് നേടിയെടുക്കുകയായിരുന്നു. സമഗ്ര ശിക്ഷയ്ക്ക് 2152 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിൽ സ്വകാര്യ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചിട്ടുള്ള 25% വിദ്യാർത്ഥി പ്രവേശനം തമിഴ്നാട് നിർത്തിവെച്ചിരുന്നു. ഒടുവിൽ പ്രശ്നം മദ്രാസ് ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും എത്തുകയുണ്ടായി. തുടർന്ന് 2 അധ്യയന വർഷങ്ങളിലായി RTE ഘടകത്തിൽ സമഗ്ര ശിക്ഷയ്ക്ക് തടഞ്ഞുവെച്ച 700 കോടിയിലേറെ രൂപ കേന്ദ്ര സർക്കാർ ഗത്യന്തരമില്ലാതെ അനുവദിച്ചു കൊടുത്തു. എന്നാൽ
കേരളം യാതൊരു നിയമ പോരാട്ടത്തിനും പോയില്ല. പോയി ഒപ്പിട്ട് കൊടുത്തു. ഉള്ള ചില്ലറ ഇപ്പം കിട്ടുമെന്ന് കരുതിയിരിക്കുകയാണ്. എത്ര സമർത്ഥമായാണ് PM ശ്രീ പദ്ധതി ഉപയോഗിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള ഇവർ ശ്രദ്ധ തിരിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. CJP സഖ്യം അവർ ഊട്ടി ഉറപ്പിച്ചു. അപ്പോഴും CPI ഇപ്പോൾ കിട്ടും എന്ന് നടിച്ച് കേക്കച്ചനും സരിതാ ഗോപാലനും ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.